I'm Ananya and I'm from Kasaragod. 12th ശേഷമുള്ള എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു കരിയർ ഗൈഡൻസിന് വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു ജർമ്മനിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ഹയർ സ്റ്റഡീസ് ചെയ്തൂടെ എന്നുള്ളൊരു ഓപ്ഷൻ അവർ തന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ജർമ്മൻ പഠിക്കണം, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനേബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എറണാകുളത്ത്, ട്രൈ ചെയ്ത് നോക്ക്, അവിടെ ഒരു ഇന്ന ദിവസം ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയും കൂടിയിട്ട് ആ വെബിനാർ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഹെൻറി സാറ് ഇതിനെപ്പറ്റി ജർമ്മനിയിൽ എത്തിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇംപ്രസ്ഡ് ആയി. അപ്പോൾ എന്തുകൊണ്ട് ഇത് ട്രൈ ചെയ്തുകൂടാന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ എനേബിളിലേക്ക് വരാനുള്ളൊരു പ്ലാനിലായിരുന്നു. എനേബിളിലുള്ള 2-3 ആൾക്കാർ ഞാൻ കോൺടാക്ട് ചെയ്ത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവരെ റെക്കമെൻഡ് ചെയ്യും, അവിടെ ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്, ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ വാസ് ക്വൈറ്റ് ഇംപ്രസ്ഡ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എനേബിളിലേക്ക് തന്നെ വരാം. അങ്ങനെയാണ് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് എനേബിൾ. ഇപ്പം ഞാനിപ്പോൾ B2 ആണ്. എൻ്റെ B2 എക്സാമിനേഷനിലെ ഡേറ്റ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, മാർച്ചിലേക്കും. സോ ഐ എം കൈൻഡ് ഓഫ് കോൺഫിഡൻസ് അത് മാർച്ച് ആകുമ്പോഴത്തേക്കും ഞാൻ എല്ലാം പ്രിപ്പയർഡ് ആവും. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു മൈ ടീച്ചർ. ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും C1 C2 ക്വാളിഫൈഡ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് അസിസ്റ്റൻസ് അവർ ഭയങ്കര ഹെൽപ്പാണ് നമുക്ക്. ലാബിൻ്റെ ടൈമിലാണെങ്കിലും ലൈബ്രറി ടൈമിലാണെങ്കിലും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അസിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ എനേബിളത്തെ ഫെസിലിറ്റീസ് ലാബ്, ലൈബ്രറി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൈൻഡ് ഉണ്ടെങ്കിൽ എനേബിൾ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുമുണ്ട് എനേബിളിനെ പറ്റി. സോ ഐ എം കൈൻഡ് ഓഫ് ഹാപ്പി വിത്ത് മൈ ഡെസിഷൻ ആൻഡ് എനേബിൾ നല്ലൊരു ചോയ്സാണ്.